കെ ശൈലജ നമുക്കൊപ്പം ചേരുന്നുണ്ട്. സ്ഥലം MLA കൂടിയായിട്ടുള്ള ശൈലജ. ശ്രീമതി കെ ശൈലജ, ഇപ്പോൾ പാനൂരിലെ വിഷ്ണുപ്രിയ കൊലക്കേസിൽ പ്രതി ശ്യാംജിത്തിന് ജീവപര്യന്തം തടവും 10 വർഷം അധിക തടവുമാണ് തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചിരിക്കുന്നത്. എങ്ങനെ കാണുന്നു വിധിയെ? തീർച്ചയായിട്ടും കോടതി വിധിയെ സ്വാഗതം ചെയ്യുകയാണ്. ഇത്തരം കേസുകളിലെല്ലാം തന്നെ ഒരു ആശ്വാസമുള്ളത് ചിലത് കോടതി വിധി ഉണ്ടാകുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇത്തരം സംഭവങ്ങൾ ഇല്ലാതിരിക്കാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മളെല്ലാം ഇപ്പോഴും മനസ്സിൽ കാണുന്നത്, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയാണ്. ഏതായാലും കോടതി വിധിയെ സ്വാഗതം ചെയ്യുന്നു. എനിക്ക് ഈ റേഞ്ചിന്റെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്നറിയില്ല. ഞാൻ കുറച്ച് ദൂരെയാണുള്ളത്. അതുകൊണ്ട് എന്തായാലും കോടതി വിധിയെ സ്വാഗതം ചെയ്യുന്നു. ശ്രീമതി കെ ശൈലജ, അതിക്രൂരമായ ഒരു കൊലപാതകമാണ് നടത്തിയത്. പ്രണയപ്പക എന്നുള്ളത് നമ്മുടെ ചെറുപ്പക്കാർക്കിടയിൽ ഇപ്പോഴും വലിയ രീതിയിൽ നിലനിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണം. പെൺകുട്ടികളെ ഈ വിധത്തിൽ ഉപദ്രവിക്കുന്ന വാർത്തകൾ ആവർത്തിച്ച് വരുന്ന ഒരു സംഭവം. ശ്യാംജിത്ത് ഒരു ഒറ്റപ്പെട്ട വ്യക്തിയായി മാത്രം കാണാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ നേരത്തെ അർജുൻ കല്യാട് അവിടുന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് ശ്യാംജിത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഭാവഭേദമില്ല. പോലീസുകാരോട് താൻ 40 വയസ്സാകുമ്പോൾ പുറത്തിറങ്ങി സുഖമായി ജീവിക്കും എന്ന് പറയുന്ന ഒരു മനോസ്ഥിതിയാണ് ആ ചെറുപ്പക്കാരനുള്ളത്. അതൊരു ഒറ്റപ്പെട്ട മനോസ്ഥിതിയായി മാത്രം കാണാൻ സാധിക്കുന്നില്ല. പ്രണയത്തിന് നോ എന്നുള്ള ഒരു മറുപടിക്കപ്പുറം ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥ ഇപ്പോഴും നമ്മുടെ ചെറുപ്പക്കാർക്കിടയിൽ നിൽക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മൾ സമൂഹത്തിൽ ഇടപെട്ട് പ്രവർത്തിക്കേണ്ടുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ഇപ്പോഴത്തെ നമ്മൾ സാധാരണ പറയാറില്ല, ഇത്തരം ഉപഭോഗ സംസ്കാരത്തിലേക്ക് ആണ് സമൂഹം പോകുന്നത്. ലോകത്താകെയും സംഭവിക്കുന്നുണ്ട് അങ്ങനെ. അതിനെ മാറ്റിയിട്ട് നല്ല മനുഷ്യത്വമുള്ള സമൂഹം, നമ്മൾ സോഷ്യലിസം എന്നെല്ലാം പറയുമ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അവിടെയൊന്നും എത്തിച്ചേരാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പോൾ നമ്മുടെ സമൂഹത്തെ, നമ്മുടെ ചുറ്റുപാടും നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി വളരെ വലിയ പരിശ്രമം നടത്തണം. ഈ പ്രണയ പകയോടെയുള്ള കൊലപാതകങ്ങള് നമുക്ക് വല്ലാത്ത വിനിഷ്ടമുണ്ടാക്കുന്ന രീതിയിൽ വരികയാണ്. തിരുവനന്തപുരത്ത് പെൺകുട്ടിയെ അല്ല, കുട്ടിയുടെ അച്ഛനെ കല്യാണത്തിന്റെ തലേന്നാള് ദിവസം കൊന്നുകളഞ്ഞിട്ടുള്ള, ക്രൂരമായി കൊന്നുകളഞ്ഞിട്ടുള്ള ഒരു അനുഭവം. ഇതുപോലെ ഒരുപാട് കേസുകൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ ഈ പുതിയ തലമുറയെ നമ്മളെ എങ്ങനെയാണ് നമ്മളിപ്പോ കുറെ പരിശ്രമം എല്ലാം നടത്തുന്നുണ്ട്. അതൊന്നും വേണ്ടത്ര പൂർണ്ണമായിട്ട് പലപ്പോഴും ആവുന്നില്ല എന്നുള്ളതാണ്. ഒറ്റപ്പെട്ടു പോവുകയാണ് ഈ ചെറുപ്പക്കാർ, ഒറ്റപ്പെട്ട ജീവിതത്തിലേക്കാണ്. അതായത് ഏതെങ്കിലും ഒരു തരത്തിലുള്ള കൂട്ടായ്മയോ പ്രവർത്തനമോ ഒന്നുമില്ലാതെ ഒരു മൊബൈൽ ഫോണും അതിനകത്ത് ഒറ്റപ്പെട്ട ജീവിതമാണ് ഇപ്പം കുറേ അധികം ചെറുപ്പക്കാർക്ക് സ്വീകരിച്ചു വരുന്നത്. എല്ലാവരെയൊന്നും പറയാൻ കഴിയില്ല. വളരെ പക്വത കാണിക്കുന്ന ചെറുപ്പക്കാരുണ്ട് സമൂഹത്തിൽ. എന്നാൽ ഇങ്ങനെയും ചില കാര്യങ്ങൾ വരുന്നുണ്ട് നമ്മുടെ പുതിയ തലമുറയിൽ. പ്രണയിക്കുക, പ്രണയ നൈരാശ്യം ഉണ്ടാകുന്ന, നൈരാശ്യമൊന്നും വേണ്ട, ഏകപക്ഷീയമായ പ്രണയമായിരിക്കും. ചിലപ്പോൾ ഇങ്ങോട്ട് പ്രണയിച്ചില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ ഉപദ്രവിക്കുക, കൊല്ലുക, ഇങ്ങനെയെല്ലാം ഉള്ള ക്രൂരമായ സംഭവങ്ങൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. സംഘടനകളും ഗവൺമെന്റും എല്ലാവരും, എല്ലാ സംഘടനകളും ഒക്കെ ഇടപെട്ടുകൊണ്ട് നമുക്ക് വലിയ തോതിലുള്ള ബോധവൽക്കരണം, വലിയ തോതിലുള്ള ഇടപെടൽ ഈ സമൂഹത്തിനകത്ത് നടത്തേണ്ടതുണ്ട്. അതല്ലാതെ വേറെ മാർഗമില്ല. നമുക്ക് കേസ് വീക്ഷിക്കും. ഈ പറഞ്ഞതുപോലെ പ്രതി കേസിലെ നിയമങ്ങളും അതുപോലെ ഇന്നുള്ള നിയമാവലികൾ അനുസരിച്ചാണ് കോടതി ശിക്ഷ വിധിക്കുക. അപ്പൊ അത് കഴിഞ്ഞ് കുറെ കഴിയുമ്പോൾ വരാൻ കഴിയുമെന്നുള്ള ഒരു ബോധം അതും ചില ചെറുപ്പക്കാരുടെ മനസ്സിനെ കീഴടക്കിയിട്ടുണ്ട് എന്നുള്ളതിന്റെ സൂചനയാണല്ലോ ഇത്. അത് വളരെ അപകടകരമാണ്. അതുകൊണ്ട് തന്നെ ശിക്ഷകൾ കുറേയും കൂടി കർശനമാകുന്ന രീതിയിൽ തെളിവുകൾ ശേഖരിക്കാനും അതുപോലെ പുതിയ തലമുറ കുറ്റകൃത്യങ്ങളിലേക്ക് പോകാതിരിക്കുന്നതിന് അവരെ എങ്ങനെയാണ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് നമുക്ക് ആലോചിക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള പ്രചരണങ്ങളും പ്രവർത്തനങ്ങളും ഒരുപാട് നടക്കേണ്ടതുണ്ട്. ഓക്കെ, വളരെ നന്ദി ശ്രീമതി കെ ശൈലജ. മട്ടന്നൂർ MLA ആണ്.